പേഴ്സണാലിറ്റി തിയറീസിന്റെ വെളിച്ചത്തിൽ സെൽഫിനെ കാണാനായിട്ടുള്ളൊരു ഒരു ശ്രമവും നമ്മുടെ ഈ ഒരു സിലബസിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്ത ഒരു വിഷയമായതുകൊണ്ട് അവിടെ നമ്മൾ ഒത്തിരി സമയം ചെലവഴിക്കുന്നില്ല. വായിച്ചു പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് നോട്ട് ചെയ്ത് നമുക്ക് പോകാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണമെന്ന് ഉള്ള താഴ്മയായ അപേക്ഷയോടുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഒരു എനിക്ക് തോന്നുന്നു ശ്രീജി വായിക്കും. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ജിനി ഒന്ന് ഹൈലൈറ്റ് ചെയ്യും. ഞാനും ഡിസ്കഷനിൽ പങ്കെടുക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്കഷനിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ സെൽഫ് ശ്രീജി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ് സർ, സ്റ്റാർട്ട് ചെയ്യാം. സർ ഇൻട്രൊഡക്ഷൻ തൊട്ടാണ് അതോ? ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം നമുക്ക്. ഓക്കെ. Understanding of self. Introduction. Place a mirror in front of you. What do you see? You see an image of yourself. Is that the real you? Your real self? Or it is just a reflection of your physical being? Your body? Does your body or your face represent your real personality? Your likes, your dislikes, attitudes, capabilities, and weakness? Now, close your eyes and think about yourself. Who are you? How would you describe yourself? Do you need to see yourself to describe silent features of your personality? Do your verbal descriptions fully capture every aspect of yourself? Many such questions arise when we think about ourselves. Psychologists give numerous explanations about this complex and multifaceted concept, the self. This unit will explain some of these perspectives about the self. The self or its understanding is a basic requirement for human beings to function in society. The understanding of others, their motives, emotions is impossible without an adequate understanding of one's own self. അത് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നമ്മുടെ സെൽഫ് എന്തുകൊണ്ട് പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെൽഫ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒത്തിരി മൾട്ടി ഫെസിറ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. പക്ഷേ നമ്മുടെ സെൽഫ് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റുള്ളവരെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ല സെൽഫ് എന്ന് നമ്മളിവിടെ മനസ്സിലാക്കി. നമ്മുടെ വളരെ സൈലന്റ് ഫീച്ചേഴ്സ് ഓഫ് അവർ പേഴ്സണാലിറ്റി, അതും സെൽഫിന്റെ ഭാഗമാണ് എന്ന് നമ്മളോട് മനസ്സിലാക്കി. അപ്പൊ അവിടെ അത് പറയുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട ചില വാക്കുകൾ നമ്മൾ ഓർക്കേണ്ടത് മോട്ടീവ്സ്, ഇമോഷൻ, അല്ലെ, ഈ കാര്യങ്ങളെല്ലാം സെൽഫിന്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ സെൽഫിനെ കുറിച്ച് നമുക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ആഡിക്വേറ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എങ്കിൽ നമുക്ക് മറ്റുള്ളവരെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. അപ്പോൾ നമുക്കറിയാലോ, നമ്മളെ കുറിച്ചൊരു സെൽഫ് എസ്റ്റീം ഇല്ല എങ്കിൽ നമ്മൾ മറ്റുള്ളവരെയും വില കുറച്ച് കാണുന്നവരായിരിക്കും. നമ്മുടെ സെൽഫിനെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എങ്കിൽ ഉള്ളവരെ നമുക്ക് ശരിക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ഒരു ഇൻട്രാ സൈക്കിക് ആയിട്ടുള്ള ഒരു നോളേജ്, ഒരു അവയർനെസ്, അത് ഇന്റർ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അവയർനെസ്സിലേക്ക് അല്ലെങ്കിൽ നോളജിലേക്ക് നമ്മൾ നയിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇൻട്രൊഡക്ഷനിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. The unit will cover many relevant aspects related to the self. The most important being, how did we understand that our self exists? The concept of self is differentiated from other concepts like personality and identity, which the term is most often used interchangeably. Then an overview of theoretical perspective about the self are discussed. These includes the psychoanalytics, social learning, and developmental schools of thought. After understanding these, significant correlatives of the cells are understood in detail with the help of example. നമ്മൾ സൈക്കോ അനാലിറ്റിക് പല പ്രാവശ്യം അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഐഡിയ ഉണ്ട്. പിന്നെ ലേണിംഗ്, സോഷ്യൽ ലേണിംഗ് തിയറീസ്, പ്രത്യേകിച്ച് ബിഹേവിയറിസം, അതെങ്ങനെയാണ് നമ്മുടെ സെൽഫിനെ നോക്കി കാണുന്നത്. പിന്നെ ഡെവലപ്മെന്റൽ സ്കൂൾസ്. അപ്പോൾ ഈ മൂന്ന് ഒരു തിയറി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് സെൽഫിനെ മനസ്സിലാക്കാനായിട്ട് ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്.
The last section of this unit will focus on the influence of culture and gender on self-development. The unit ends with some detail about characteristics of the Indian self. The unit will also cover how the self operates under different circumstances and in different contexts. Let us take a look at the objective of the unit. The ശരി. objective അപ്പോൾ ഇതില് രണ്ടാമത്തെ ഒരു ഭാഗത്തിലേക്ക് പോകുമ്പോഴത്തേക്കും പ്രധാനപ്പെട്ട നമ്മുടെ സ്വത്വ നിർമ്മിതി അല്ലെ, സെൽഫ് ഡെവലപ്മെന്റിൽ കൾച്ചറിന്റെയും ജെൻഡറിന്റെയും സ്വാധീനം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കോറിലേറ്റ് അല്ല വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് കൾച്ചറും ജെൻഡറും. അതിന്റെ ഒരു സ്വാധീനം നമ്മുടെ സ്വത്വ നിർമ്മിതിയിൽ, സെൽഫ് ഡെവലപ്മെന്റിൽ എത്രമാത്രം പ്രധാനമായിരിക്കുന്നു എന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ്സ് കൂടെ നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. Objectives. After studying this unit, you will be able to understand the concept of self from various theoretical perspectives, describe the correlates of self and their relevance in everyday life, analyze factors that influence the development of self, and explain, understand the functioning of self in different social contexts. ഓക്കെ, ഇത് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വായിച്ചു തീരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും എന്നാണ് ഇത് പറയുന്നത്. പല തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് നമ്മുടെ സെൽഫിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സെൽഫിനെ കുറിച്ചുള്ള വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ സെൽഫ് എവരിഡേ ലൈഫുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു, സെൽഫിനെ കുറിച്ച് അറിയുന്നത് നമ്മുടെ എവരിഡേ ചലഞ്ചസിനെ ഫേസ് ചെയ്യാനായിട്ട് നമ്മളെ എത്രമാത്രം സഹായിക്കും. പിന്നെ തീർച്ചയായിട്ടും എന്തൊക്കെയാണ് നമ്മുടെ സ്വത്വ നിർമ്മിതിയിൽ, സെൽഫ് ഡെവലപ്മെന്റിൽ സ്വാധീനം ചെലുത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ അതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അടുത്ത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഒരു പ്രത്യേക സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ, ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഈ ഒരു സെൽഫിന്റെ സ്വത്വത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും, അതിന്റെ പരിമിതികളും അതിന്റെ സാധ്യതകളും എന്തൊക്കെയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നോക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ സെൽഫ് ഐഡന്റിറ്റി ആൻഡ് പേഴ്സണാലിറ്റി, ഇവ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്, എത്രമാത്രം യോജിപ്പുണ്ടെന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. സെൽഫ് ഐഡന്റിറ്റി ആൻഡ് പേഴ്സണാലിറ്റി. According to Sedikis and Skoronsky, the evaluation of self led to better adaptation. In the course of evaluation, ശരി, ഇതൊന്ന് പറഞ്ഞിട്ട് പോകാം. അപ്പോൾ നമുക്കറിയാലോ, നമ്മുടെ കോഗ്നിറ്റീവ് സൈക്കോളജി തന്നെ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെ, നമ്മുടെ ഒരു വ്യക്തി സ്മാർട്ടാണെന്ന് എങ്ങനെയാണ് പറയാനായിട്ട് പറ്റുന്നത്, നമ്മൾ എങ്ങനെ നമ്മുടെ സാഹചര്യങ്ങളുമായിട്ട് അഡോപ്റ്റഡ് ആകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ നമ്മുടെ സ്വത്വ നിർമ്മിതി ഈ ഒരു ബെറ്റർ അഡാപ്റ്റേഷന്, സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതിന് വളരെയധികം നമ്മളെ സഹായിക്കുന്നു എന്നാണ് ഈ രണ്ടുപേരുടെ പഠനം പറഞ്ഞിരിക്കുന്നത്. In the course of evolution, human beings began to have an increasing level of self-awareness. That is, the ability to be aware of oneself or one's existence in the environment around. This happened in 3 phases across species. First, subjective. അപ്പോൾ ഇവല്യൂഷനിലൂടെ അല്ലെ, നമ്മൾ കൂടുതൽ രൂപപ്പെട്ടു വരുന്നതിലൂടെ നമ്മുടെ ഈ ഒരു സെൽഫ് അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കേപ്പബിലിറ്റിയും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇനി പല തരത്തിലുള്ള ആ ഒരു സെൽഫ് അവയർനെസ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത്. നമ്മൾ സെൽഫ് അവയർനെസ്സിനെ കുറിച്ച് വേറൊരു ക്ലാസ്സിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു, എന്താണ് സെൽഫ് അവയർനെസ് എന്ന്. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളിൽ സെൽഫ് അവയർനെസ് കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം നമുക്ക് സബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ്സിനെ കുറിച്ച് നോക്കാം. Subjective self-awareness come into existence. This is the awareness that the self is separate and distinct from other things in one's environment. So we understand that we are physically separate from other people and other things that surround us. So we know that. Okay, ഇതൊന്ന് പറഞ്ഞിട്ട് പോവാം. ഈ സബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഞാൻ എന്തുമാത്രം വ്യത്യസ്തത ഉള്ളവനാണ്, അല്ലെങ്കിൽ മറ്റ് ഒരു വസ്തുവിൽ നിന്ന് ഞാൻ എത്രമാത്രം വ്യത്യസ്തനായിരിക്കുന്നു. ഈ ഒരു അവയർനെസ്സിനെയാണ് സബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്.
വളരെ സിമ്പിളാണ് മനസ്സിലാക്കാൻ. So we know that we are not part of the chair we are sitting on or the table on which we are writing. Plants, however, do not have the capacity to make this separation or express it like humans. Yes. അവർക്ക് ഒന്നേ അതിനുള്ള ഒരു കഴിവില്ല, അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇത് ഈ സബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ് മനസ്സിലായല്ലോ. എന്തെങ്കിലും ഞാൻ പറയാനായിട്ട് പറയുന്നതിനോട് കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് ആഡ് ചെയ്ത് പൊക്കോണേ. സബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയിൽ നിന്ന് ഞാൻ എത്രമാത്രം വ്യത്യസ്തനായിരിക്കുന്നു, മറ്റൊരു വസ്തുവിൽ നിന്ന് ഞാൻ എത്രമാത്രം വ്യത്യസ്തയായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവാണ് ഈ ഒരു സബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത്. Second, objective self awareness developed. This is the awareness that the self can be an object of its own attention. The person can concentrate on oneself and think about oneself. നമ്മളെ തന്നെ ശ്രദ്ധിക്കാനും നമ്മളെക്കുറിച്ച് ചിന്തിക്കാനുമുള്ള ഒരു കഴിവാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് സെൽഫ് അവയർനെസ്. Apes and human beings develop this ability. This means that the person knows that he or she knows, or remembers that he or she remembers. When we see ourselves in the mirror or think about our interest or our health, we are being objectively self-aware. അപ്പോൾ നമ്മളെക്കുറിച്ച് ശ്രദ്ധിക്കാനും നമ്മളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു കഴിവാണ്. അപ്പോൾ സബ്ജക്റ്റീവില് നമ്മൾ മറ്റുള്ള ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ എത്രമാത്രം വ്യത്യസ്തനായിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ഇവിടെ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനുള്ള ഒരു കഴിവാണ്. Third, human beings finally develop the ability to express themselves through language and thought. This is called symbolic self-awareness. അപ്പൊ അവിടെ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് നമുക്ക് എന്തൊക്കെ വ്യത്യസ്തമുണ്ടെന്ന് മനസ്സിലാക്കി. രണ്ടാമത്തത് ഒബ്ജക്റ്റീവില് നമ്മളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. മൂന്നാമത്തതില് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു. സിംബോളിക് ആയിട്ട്, പ്രത്യേകിച്ച് ലാംഗ്വേജിലൂടെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് സിംബോളിക് സെൽഫ് അവയർനെസ്. This means human beings could use symbols and language to represent themselves. They used language to communicate their own thoughts with themselves as well as with others around them. As human beings are evolutionally advanced, endowed with intellect and have created culture. They are the only species who are symbolically self-aware. We use many different forms and symbols to express our desires, our thoughts, and our feelings. So the self finds expressions through language, poetry, art form, dance, and drama. In our everyday life, all three types of self-awareness are put to use naturally. ഓക്കെ, അപ്പോൾ സിംബോളിക് ആയിട്ടുള്ള സെൽഫ് അവയർനെസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്നത് ലാംഗ്വേജ് ആണ്. അപ്പോൾ ലാംഗ്വേജിന്റെ ഒരു എക്സ്പ്രഷൻ തന്നെയാണ് പോയട്രി. പിന്നെ സകല വിധമായിട്ടുള്ള ആർട്ട് ഫോമുകൾ, ഡാൻസ്, ഡ്രാമ, ഇതെല്ലാം സിംബോളിക് സെൽഫ് അവയർനെസിന്റെ ഭാഗമായിട്ട് വരും. അപ്പം മറ്റൊരു വ്യക്തിയിൽ നിന്ന്, മറ്റൊരു ഓബ്ജക്റ്റിൽ നിന്ന് ഞാൻ എത്രമാത്രം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് അവയർനെസ് ആണ്. എന്നെക്കുറിച്ച് തന്നെ എനിക്ക് ചിന്തിക്കുവാനുള്ള ഒരു കഴിവ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സെൽഫ് അവയർനെസ് ആണ്. നമ്മുടെ തോട്ടിനെ, നമ്മളെക്കുറിച്ചുള്ള വീക്ഷണങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ വികാരങ്ങളെ സിംബോളിക് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു കഴിവ്, അത് സിംബോളിക് സെൽഫ് അവയർനെസ് ആണ്. ഇപ്പോൾ ലാംഗ്വേജിലൂടെ, പോയിട്രിയിലൂടെ, ആർട്ടിലൂടെ, ഡാൻസിലൂടെ, ഡ്രാമയിലൂടെ നമ്മൾ ഈ ഒരു സിംബോളിക് സെൽഫ് അവയർനെസ് പ്രകടമാക്കും. Before we proceed to an in-depth understanding of the self, let us understand the difference between some terms that are often used interchangeably. All three terms, self, identity, and personality, are used to explain human agency. Human agency include ideas associated with being human, our intentions, willingness, and behaviors
thereof thus become part of our agency. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ ഏജൻസിയെ കുറിച്ച് പൊതുവായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന 3 പദങ്ങളാണ് സെൽഫ്, ഐഡന്റിറ്റി, പേഴ്സണാലിറ്റി. ഹ്യൂമൻ ഏജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റൻഷൻ, വില്ലിംഗ്നെസ്, ബിഹേവിയർ, ഈ ഇത്തരം കാര്യങ്ങളാണ് വരിക. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് പേഴ്സണാലിറ്റിയാണ്. Personality is a psychological concept which refers to an individual unique and relatively stable patterns of thoughts, behavior and feelings. ശരി. ഈ പേഴ്സണാലിറ്റിയെ കുറിച്ചുള്ള മനസ്സിലാക്കൽ കാലങ്ങളിൽ മാറി മാറി വരുന്നു എന്ന് നമുക്ക് അറിയാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ ചിന്തയുടെയും വികാരത്തിന്റെയും ബിഹേവിയറിന്റെയും പെരുമാറ്റത്തിന്റെയും ടോട്ടാലിറ്റിയാണ്. അപ്പോൾ ചിന്തയുടെ, ബിഹേവിയറിന്റെ, ഫീലിംഗിന്റെ ടോട്ടാലിറ്റിയാണ്. അപ്പോൾ പേഴ്സണാലിറ്റി തിയറീസ് എപ്പോഴും നോക്കുന്നത് എൻ്റെ ചിന്ത, എൻ്റെ ഫീലിംഗ്, എൻ്റെ തോട്ട് മറ്റുള്ളൊരു വ്യക്തിയിൽ നിന്ന് എത്രമാത്രം യുണീക്കാണ്, വ്യത്യസ്തമാണ്, അതുല്യമാണ്. രണ്ടാമതായിട്ട് എൻ്റെ തോട്ട്, എൻ്റെ ഫീലിംഗ്, എൻ്റെ ബിഹേവിയർ അതിൽ ഏതൊക്കെയാണ് റിലേറ്റീവ്ലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തികൾക്കും സ്റ്റേബിൾ പാറ്റേണിൽ നിൽക്കുന്ന കുറേ തോട്ട്സ് കാണും, ഫീലിങ്സ് കാണും, ബിഹേവിയർ കാണും. അപ്പോൾ ഈ ഒരു യുണീക്നെസ്സും ഈ ഒരു സ്റ്റെബിലിറ്റിയും വെച്ചിട്ടാണ് പേഴ്സണാലിറ്റിയെ നമ്മൾ പൊതുവെ വിലയിരുത്തുന്നത്. നമ്മുടെ തോട്ട്, ബിഹേവിയർ, ഫീലിംഗ്, ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി, അതിൻ്റെ യുണീക്നെസ്, അതിൻ്റെ സ്റ്റെബിലിറ്റി, ഇത് വെച്ചിട്ടാണ് നമ്മൾ പേഴ്സണാലിറ്റിയെ വിലയിരുത്തുന്നത്. ഇവിടെ എന്തെങ്കിലും ആഡ് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വായിച്ചു. Personality can be assessed and explained in terms of some silent features and attributes that one possesses, like being talkative or shy. പേഴ്സണാലിറ്റി നമ്മൾ ചില ആട്രിബ്യൂട്ട്സിന്റെ വെളിച്ചത്തിൽ നമ്മൾ വിളിക്കാറുണ്ട്, അല്ലെ? അതിനെ നോക്കി കാണാറുണ്ട്. ആ വ്യക്തി ഭയങ്കര സംസാരം ഉള്ള ഒരു വ്യക്തിയാണ്, ആ വ്യക്തി ഒത്തിരി നാണമുള്ള ഒരു വ്യക്തിയാണ്, ഷൈ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ചില ആട്രിബ്യൂട്ട്സ് വെളിച്ചത്തിൽ നമ്മൾ പറയാറുണ്ട്. Psychologists have identified 5 central dimensions, or the big 5 of personality, which include extraversion, agreeableness, consciousness, emotional stability and openness to experience. ഇത് കോൺഷ്യസ്നെസ് അല്ല, എനിക്ക് വായിച്ച് പറഞ്ഞു തരാൻ എന്റെ വായിൽ വരത്തുമില്ല. ഓക്കെ, ഇത് നമ്മൾ ബിഗ് 5 എന്ന് പേഴ്സണാലിറ്റി ട്രൈറ്റ്സ് എന്ന് പറയാറുണ്ട്. ഓഷൻ എന്നതിനെ വിളിക്കാറുണ്ട്. ഇത് നമ്മൾ നിരന്തരം നോക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു 5 പേഴ്സണാലിറ്റി ട്രൈറ്റ്സിന്റെ വെളിച്ചത്തിൽ ഒരു വ്യക്തിയെ വിലയിരുത്താറുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എക്സ്ട്രാവേർഷൻ അതൊരു കണ്ടിന്യൂ ആണ്. നമ്മളിത് കൂടുതൽ ഡിഗ്രി നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതിൽ ഒരു മിഡിൽ പോയിന്റ് ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോകുന്നു, എത്രമാത്രം പുറകിലോട്ട് പോകുന്നു. അപ്പോൾ എഗ്രിബിൾ അതൊരു കണ്ടിന്യൂ ആണ്. അതിൽ എത്രമാത്രം നമ്മൾ മുന്നോട്ട് പോകുന്നു, എത്രമാത്രം നെഗറ്റീവിലോട്ട് പോകുന്നു. അപ്പോൾ ഇതിന്റെ ഒരു വെളിച്ചത്തിലാണ്, അല്ലെ? ഇത്രമാത്രം എക്സ്ട്രാ വേർഷൻ ഉണ്ടാകണം, ഇത്രമാത്രം എഗ്രിബിൾനെസ് ഉണ്ടാകണം, അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ഒന്നുമില്ല. നമ്മൾ എത്രമാത്രം ഇതിൽ മുന്നോട്ട് പോകുന്നു, എത്രമാത്രം പിന്നിലോട്ട് പോകുന്നു എന്നത് വെച്ചിട്ടാണ് സാധാരണ ഈ ഒരു പേഴ്സണാലിറ്റി തിയറി നമ്മൾ ഈ ഒരു പേഴ്സണാലിറ്റി അസസ്മെന്റ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഇവിടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, അത് നമ്മുടെ തോട്ടിന്റെയും ബിഹേവിയറിന്റെയും ഫീലിംഗിന്റെയും ടോട്ടാലിറ്റിയാണ്. അപ്പോൾ അത് മറ്റുള്ളവരുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുമ്പോൾ എത്രമാത്രം യുണീക്കാണ്, എത്രമാത്രം സ്റ്റേബിൾ ആണ് എന്ന് നമ്മൾ നോക്കും. പലപ്പോഴും ഒരു ആട്രിബ്യൂട്ട്സ് വെച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ പൊതുവെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേഴ്സണാലിറ്റി അസസ്മെന്റ് ടൂൾ എന്ന് പറയുന്നത് ബിഗ് 5 ആണ്. ഓഷൻ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അതിൽ ഈ പറഞ്ഞ 5 കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളൊരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ വിലയിരുത്താറുണ്ട്. ഇനി നമുക്ക് സെൽഫ് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നോക്കാം. The self refers to personal and
experiential aspects of living and is thus characterized by more inner attributes and explanations within a person. ഇന്നർ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ പേഴ്സണാലിറ്റിയിലേക്ക് നോക്കിയപ്പോഴത്തേക്കും അല്ലെ, എക്സ്ട്രാ വേർഷൻ എന്ന് പറയുന്നത്, എഗ്രിയബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറയുന്നത്, ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് കൂടുതൽ ഒരു ഔട്ടർ ഒരു വേർഷനാണ്. പക്ഷെ സെൽഫിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇവർ പറയുന്നത് ഇന്നർ ആട്രിബ്യൂട്ട്സ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ്. The self includes being aware about one's physical body as well as psychological boundaries of oneself from other selves, including categories like descendants and ancestors. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ താഴോട്ട് വായിച്ചു പോവാം. The self feels responsible for one's own action some of the times and can also hold others' responsibility for theirs. Different notions of the self like decontextual, autonomous, independent or relational interdependent are held to explain the interface of the self with its external context. ശരി. അപ്പോൾ ഈ ഒരു പേഴ്സണാലിറ്റി ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് പലപ്പോഴും അതിൻ്റെ ഒരു യുണീക്നെസ്സും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ ഒരു പേഴ്സണാലിറ്റി ട്രൈബ്സ് അല്ലെങ്കിൽ ആ ഒരു ആട്രിബ്യൂട്ട്സ് നമ്മൾ വിലയിരുത്തുന്നതും ഒരു ഇന്റർപേഴ്സണൽ ഒരു കൺസെപ്റ്റിലാണ്. പക്ഷെ സെൽഫിലേക്ക് വരുമ്പോഴത്തേക്ക് കൂടുതൽ നമ്മൾ ഇന്നർ ആട്രിബ്യൂട്ട്സിലേക്കാണ് നമ്മൾ നോക്കുക, അല്ലെ? നമ്മുടെ സൈക്കോളജിക്കൽ ബൗണ്ടറീസ് നിശ്ചയിക്കാനായിട്ടുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ കുറിച്ചുള്ള, ശരീരത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ്, ഇതൊക്കെ വളരെയധികം പ്രധാനമായിട്ട് വരും. ഇവിടെ ഈ ഡിസെൻഡൻസിനെ കുറിച്ചും ആൻസെസ്റ്റേഴ്സിനെ കുറിച്ചും എന്തിനാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ ഇവിടെ സെൽഫ് എന്ന് പറയുന്നത് ഒരു കോണ്ടസ്റ്റ് ഉണ്ട്. പലപ്പോഴും നമ്മൾ ആ ഒരു കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പെരുമാറുക. പക്ഷേ ആ ഒരു ഡീകോണ്ടസ്റ്റലൈസ്ഡ് ആയിട്ട്, ഓട്ടോണമസ് ആയിട്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് പെരുമാറാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു കഴിവ്, അത് നമ്മുടെ സെൽഫിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ മനസ്സിലാക്കുമ്പോൾ സെൽഫ് കുറച്ചുകൂടി ഇന്നർ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. ഒരു കോണ്ടസ്റ്റിൽ നിന്നുകൊണ്ടല്ല, വേറെ ആരെങ്കിലും പ്രസൻസിൽ നിന്നുകൊണ്ടല്ല, നമ്മൾ ഒരു കോണ്ടസ്റ്റിനാൽ, ഒരു സാഹചര്യത്താൽ സ്വാധീനിക്കപ്പെടാതെ ഓട്ടോണമസ് ആയിട്ട്, ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന ആ ഒരു ആസ്പെക്റ്റിനെയാണ് സെൽഫ് എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി ഇന്റർപേഴ്സണൽ ആയിട്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ സെൽഫിനെ കുറച്ചുകൂടി ഇൻട്രാ പേഴ്സണൽ ആയിട്ടാണ് നമ്മൾ വിലയിരുത്തുക. Next one, identity. Identity is closer to the social and the observable and thus refers to the more outer aspects of being perceived as a person. Identify thus depends much more on the social context of behavior and at a given point of time. One could hold many silent identities. For example, if you are traveling alone to a scheduled area, your gender identity as a man or woman may become silent with reference to issues of safety. Similarly, social class and caste identities become silent with reference to some practices like eating and dressing. Identity becomes more complex with reference to group or collective memberships. For example, identity as a Gujarati or Punjabi or a Hindu or a Muslim is different from your professional identity as a doctor or a lawyer. വ്യത്യസ്തമായിട്ടുള്ള ഐഡന്റിറ്റികൾ. ഒന്നാമതായിട്ട് ജെൻഡർ ഐഡന്റിറ്റി, അല്ലെ? ഒരു വ്യക്തി ജെൻഡർ ബേസിസിൽ സ്വത്വത്തെ നിർണ്ണയിക്കുന്നുണ്ട്.
അപ്പോൾ മാന് ഓർ വുമൺ എന്നുള്ള 2 ഐഡന്റിറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ മേളിലുള്ള ഒരു ഐഡന്റിറ്റി ഇന്നുണ്ട്. അത് രണ്ടാമതായിട്ട് സോഷ്യൽ ക്ലാസിന്റെ ഒരു ഇതില് അല്ലെ, നമ്മൾ സൊസൈറ്റിയിലെ ഏതൊരു നിലവാരത്തിൽ നിൽക്കുന്നു എന്നത് വെച്ചിട്ട് നമ്മുടെ ഐഡന്റിറ്റി നിശ്ചയിക്കാറുണ്ട്. കാസ്റ്റ് നമുക്കൊരു ഐഡന്റിറ്റി തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ കൺസെപ്റ്റിൽ കാസ്റ്റ് ഐഡന്റിറ്റി ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. ഈ കാസ്റ്റ് ഐഡന്റിറ്റി നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ നിർണായകമായിട്ട് സ്വാധീനിക്കാറുണ്ട്. പിന്നെ ഒരു ഗ്രൂപ്പായിട്ട് കളക്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതില് നമുക്കറിയാം റീജണൽ അല്ലെ, നമ്മുടെ ജിയോഗ്രാഫിക്കൽ സെറ്റിംഗ്, നമ്മൾ മലയാളി എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ റിലീജിയസ് സെറ്റിങ്ങിൽ നമ്മൾ ഹിന്ദു ഓർ മുസ്ലിം ഓർ ക്രിസ്ത്യൻ അങ്ങനെ നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഐഡന്റിറ്റിയിൽ ഇനിയും പല കാര്യങ്ങളും നമുക്ക് ഉൾപ്പെടുത്താമെന്നാണ് തോന്നുന്നത്. പിന്നെ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട്, നമ്മുടെ പ്രൊഫഷണൽ ഐഡന്റിറ്റിയാണ്. നമ്മൾ ഓൾഡ് ഏജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ, ഈ ഒരു റിട്ടയർമെന്റിലോട്ട് കടക്കുമ്പോഴത്തേക്കും വലിയൊരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. കാരണം നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ ചേർത്ത് വെച്ചിരുന്നത് നമ്മുടെ പ്രൊഫഷനുമായിട്ടാണ്. ഞാനൊരു ഡോക്ടറാണ്, ലോയറാണ്, ടീച്ചറാണ് എന്നൊക്കെയാണ് നമ്മൾ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ഒരു ക്രൈസിസ് വരുന്നുണ്ട്. അപ്പോൾ ഐഡന്റിറ്റി ഈസ് ക്ലോസ് ടു ദ സോഷ്യൽ ആൻഡ് ഒബ്സർവബിൾ, ദസ് റെഫേഴ്സ് ടു ദ മോർ ഔട്ടർ ആസ്പെക്ട് ഓഫ് ബീയിങ് പെർസീവ്ഡ് ആസ് എ പേഴ്സൺ. അപ്പൊ നമ്മുടെ ഔട്ടർ ആസ്പെക്റ്റുമായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ വ്യക്തിത്വത്തെ പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നമ്മളാകുന്ന വ്യക്തിയെ പെർസീവ് ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് ഐഡന്റിറ്റി നിർണ്ണയിക്കപ്പെടുന്നത്. ഈ ഔട്ടർ ആസ്പെക്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് ജെൻഡർ ആണ്, രണ്ടാമത്തത് വരുന്നത് നമ്മുടെ ക്ലാസ് ആണ്, മൂന്നാമതായിട്ട് വരുന്നത് നമ്മുടെ കാസ്റ്റ് ആണ്, പിന്നെ നമ്മുടെ ജിയോഗ്രാഫിക്കലായിട്ടുള്ള സെറ്റിംഗ് ആണ്, അല്ലെങ്കിൽ റിലീജിയൻ ആണ്, പിന്നെ നമ്മുടെ പ്രൊഫഷൻ ആണ്. ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി നിശ്ചയിക്കുന്നത്. In a culturally diverse country like India, factors like caste, religion, region, and language related to identities influence the self in significant ways. On one hand, these identities integrate with the self and create social diversity. But on the other hand, these very factors may become reasons for social and political upheavals in the country from time to time. Thus, collective identities play a very important role in understanding the self in a social context, especially with reference to social stigma and issues of marginalization. അപ്പോൾ നമുക്കറിയാം കാസ്റ്റിസം ഒക്കെ എത്രമാത്രം മനുഷ്യനെ മാർജിനലൈസ് ചെയ്തു അല്ലെ. പല കാര്യങ്ങളും നമുക്ക് ഇതിലറിയാം. തീർച്ചയായിട്ടും ഒരു പൊളിറ്റിക്കൽ ഇതില് ഈ ഒരു ഐഡന്റിറ്റി വളരെയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു കോണ്ടസ്റ്റിൽ മതം, കാസ്റ്റ്, ക്ലാസ് ഒക്കെ ഒരു പൊളിറ്റിക്കൽ ലെവലിൽ വരുമ്പോൾ അത് വളരെയധികം നിർണായകമായിട്ട് മാറുന്നുണ്ട്. അപ്പൊ ഇവിടെ 3 വാക്കുകൾ നമ്മൾ കണ്ടു. ഒന്ന് പേഴ്സണാലിറ്റി, 2 സെൽഫ്, 3 ഐഡന്റിറ്റി. ഇതിനെ 3 എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് വളരെ ലഘുവായിട്ട് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? സർ എന്തിനെ കുറിച്ചാ സർ ഒന്നുകൂടെ പറയും? നമ്മൾ 3 കൺസെപ്റ്റ് കണ്ടു, പേഴ്സണാലിറ്റി, സെൽഫ്, ഐഡന്റിറ്റി. ഇതെങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു? അല്ലെങ്കിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് പേഴ്സണാലിറ്റി? അത് പറയൂ ആരെങ്കിലും. സർ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു സിറ്റുവേഷനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യാനുള്ള നമ്മളുടെ കാപ്പബിലിറ്റി ആണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ പഠിച്ച ഒരു പ്രത്യേക കാര്യം ഉണ്ടായിരുന്നു, നമ്മുടെ തോട്ട്, ഇമോഷൻ, ബിഹേവിയർ, അതിന്റെ ടോട്ടാലിറ്റി അല്ലെ, അതെങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നു, എത്ര യുണീക്ക് ആയിരിക്കുന്നു. 2, എൻ്റെ ഒരു തോട്ടും എൻ്റെ ഒരു ഇമോഷനും എൻ്റെ ഒരു ബിഹേവിയറും എത്രമാത്രം സ്റ്റേബിൾ ആയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചില തോട്ടുകൾ പെട്ടെന്ന് വന്നിട്ട് പോകുന്നതാണ്, ചില ഇമോഷൻസ് പെട്ടെന്ന് വന്നിട്ട് പോകുന്നതാണ്, എന്നാൽ ചില ബിഹേവിയറും അതുപോലെ പെട്ടെന്ന് വന്നിട്ട് പോകുന്നതാണ്. പക്ഷെ ഷാൽ എന്ന വ്യക്തിയിൽ വളരെ സ്റ്റേബിൾ ആയിരിക്കുന്ന ചില
തോട്ട് ഉണ്ട്, വളരെ സ്റ്റേബിൾ ആയിരിക്കുന്ന ചില ഇമോഷൻസ് ഉണ്ട്, വളരെ സ്റ്റേബിൾ ആയിരിക്കുന്ന ചില ബിഹേവിയർ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേബിൾ ആയിരിക്കുന്ന എൻ്റെ തോട്ട്, ഇമോഷൻ, ബിഹേവിയർ, അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, എൻ്റെ പേഴ്സണാലിറ്റിയെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ ബിഗ് 5 അത് ഒരു പ്രധാനപ്പെട്ട നമ്മുടെ പേഴ്സണാലിറ്റി അസസ്മെന്റ് ടൂളാണ്. അപ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്, നമ്മുടെ ഇമോഷൻ, നമ്മുടെ ബിഹേവിയർ, ഇതിന്റെ ഒരു ടോട്ടാലിറ്റിയാണ് എന്ന് ഓർക്കുക. സെൽഫ് എന്താണ്? നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ചുള്ള, നമ്മുടെ ശരീരത്തെ കുറിച്ചും നമ്മുടെ തന്നെ ഇന്നർ വേൾഡ്, ഇന്നർ സൈക്കോളജിക്കൽ വേൾഡ്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അറിവ്, അതിനെക്കുറിച്ചുള്ള ഒരു ബോധ്യം, അതാണ് സെൽഫ് എന്ന് പറയുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റി പലപ്പോഴും മറ്റുള്ളവർ നമ്മളെ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. സെൽഫ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഐഡന്റിറ്റിയെ കുറിച്ച് പറഞ്ഞോളൂ. എന്താണ് അതിന്റെ പ്രത്യേകത? എന്താണ് ഐഡന്റിറ്റിയുടെ പ്രത്യേകത? നമ്മുടെ ജെൻഡർ അല്ലെ, അതിന് നമുക്കൊരു സ്വാധീനമുണ്ട്. നമ്മുടെ സോഷ്യൽ ക്ലാസ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ കാസ്റ്റ് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു നമ്മളായിരിക്കുന്ന ആ ഒരു സ്ഥലം, അത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ റിലീജിയൻ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്, നമ്മുടെ പ്രൊഫഷൻ ഏത് എന്നുള്ളത് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് നമ്മളെ സ്വാധീനിച്ച് നിൽക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ തന്നെ എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ. അപ്പൊ അത് നമ്മുടെ ഈ ഒരു ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടും സോഷ്യൽ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടും കാസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടും റീജിയനുമായിട്ട് ബന്ധപ്പെട്ട് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കുറിച്ച് എങ്ങനെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയോ അത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് അത് ക്ലിയർ ആയി എന്ന് ഉറപ്പ് വരുത്താമായിരുന്നു. ഇത് മൂന്നും വളരെ ഒരുപോലെ നോക്കിക്കാണുന്ന കാര്യങ്ങളാണ്, പേഴ്സണാലിറ്റി, സെൽഫ്, ഐഡന്റിറ്റി. പക്ഷെ അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ചിന്തയുടെ, നമ്മുടെ ഇമോഷന്റെ, നമ്മുടെ ബിഹേവിയറിന്റെ ടോട്ടാലിറ്റി. സെൽഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ശരീരത്തെക്കുറിച്ചും നമ്മുടെ ആന്തരിക ലോകത്തെക്കുറിച്ചും, നമ്മുടെ സൈക്കോളജിക്കൽ ഫീൽഡ് എന്നൊക്കെ പറയാറുണ്ട്, അതിനെക്കുറിച്ചുള്ള നമ്മുടെ ഒരു അവയർനെസ് ആണ് നമ്മുടെ സെൽഫ്. ഐഡന്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ജെൻഡറിനനുസരിച്ച്, സോഷ്യൽ ക്ലാസ്സിനനുസരിച്ച്, കാസ്റ്റിനനുസരിച്ച്, റീജിയൻ അനുസരിച്ച്, റിലീജിയൻ അനുസരിച്ച്, പ്രൊഫഷനനുസരിച്ച് നമ്മൾ എങ്ങനെ നമ്മളെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഔട്ടർ ആസ്പെക്റ്റുകളാണ്. അത് വച്ചിട്ട്, ഈ ഔട്ടർ ആസ്പെക്റ്റുകൾ വെച്ചിട്ട് നമ്മൾ എങ്ങനെ നമ്മളെ പെർസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. സെൽഫിൽ എന്താ നമ്മൾ ചെയ്ത്, നമ്മുടെ ഇന്നർ ആസ്പെക്ട് വെച്ചിട്ട് നമ്മൾ എങ്ങനെ നമ്മളെ കാണുന്നു എന്നുള്ളതാണ്. പിടി കിട്ടിയോ? എല്ലാം നമ്മളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. ആദ്യത്തത് ഇന്റർപേഴ്സണൽ ആയിട്ടുള്ള ഒരു തലത്തിലായിരുന്നു. രണ്ടാമത്തത് ഇൻട്രാ സൈക്കിക് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലായിരുന്നു. മൂന്നാമത്തത് അല്ലെ നമ്മുടെ മോറോൺ, നമ്മുടെ ഒരു സോഷ്യൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഔട്ടർ ആയിട്ടുള്ള ഒരു വേൾഡിന്റെ ഒരു വെളിച്ചത്തിലായിരുന്നു. നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ കാസ്റ്റ്, നമ്മുടെ ക്ലാസ്, നമ്മുടെ റീജിയൻ, റിലീജിയൻ, ഇതിന്റെയൊക്കെ വെളിച്ചത്തിൽ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ക്ലിയർ ആയി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു ടോപ്പിക്കിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഭാഗം അത് തന്നെയാണ്. ഇനി നമ്മൾ തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് പോവുകയാണ്. ഇവിടെ ഞാൻ ഒത്തിരി എക്സ്പ്ലനേഷൻ ഒന്നും തരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, കാരണം ഒത്തിരി നമ്മൾ ചർച്ച ചെയ്ത ഒരു സംഭവമാണ്. ഇത് നമുക്ക് പെട്ടെന്ന് വായിച്ച് വിട്ടു പോകാം. മേളി പറഞ്ഞ 3 കാര്യങ്ങളും നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും സമയം പറഞ്ഞതിന്റെ വളരെ കോറായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ് നമുക്ക് പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. Theoretical perspective in understanding self.
William James, The Principles of Psychology, described the self as the material self, the social self, the spiritual self, and the pure ego. Since then, many theoretical perspective has come up to explain the self as a psychological entity. Let us take a look at some of them. Psychodynamic theories. Psychoanalytic explanation of self and personality highlights intra-psychic process. Sigmund Freud's theory of psychosocial development refers to the development of personality through structures of id, ego, and superego. Freud believed that the mind was governed by preconscious, unconscious, and conscious realms. The conscious realm was only a small part of our mind which was concerned with immediate thinking or present experience. A bigger realm than the conscious was the pre-conscious, which contained memories, which may not be part of our current thinking but can be readily recollected if needed be. The biggest and the most crucial realm that lay beneath the conscious and the pre-conscious was the unconscious, which include our thoughts, desire, and impulse about which we are largely unaware. The unconscious is full of repressed thoughts that was considered anxiety provoking and thus pushed away into this inaccessible realm. Freud explained many neurotic and behavioral disorders by interrupting these unconscious. Freud theory not only explained normal behavior but also broadened the realm of the self to include areas other than the conscious and accessible. The reference to the self, Freud explained many types of personality, like the anal or compulsive personality, that reflected typical behaviorism, like being overly possessive of things and people, or being overly organized and concerned with cleanliness. Freud emphasized that our instinctual bestial tendencies need to be controlled and explained the struggle between the ego and the id. Other theories disagreed with Freud in the assumption about human nature. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ധാരാളം സമയം കവർ ചെയ്തതാണ്. അപ്പോ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ നമുക്കത് വ്യക്തമായിട്ട് അറിയാം. പിന്നെ കോൺഷ്യസ്, സബ് കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. അപ്പോ ഇവിടെ സെൽഫിനെ നമ്മൾ ഫ്രോയിഡിന്റെ ഒരു തിയറി വെളിച്ചത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു കൺട്രോളിലല്ലാത്ത, അല്ലെ, സൈക്കിക് ഡിറ്റർമിനിസം എന്നാണ് അതിനെ വിളിക്കുന്നത്. നമ്മുടെ കൺട്രോളിലല്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ സെൽഫിനെ, അല്ലെങ്കിൽ നമ്മുടെ തോട്ടിനെ, നമ്മുടെ ബിഹേവിയറിനെ, നമ്മുടെ ഇമോഷനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അൺആക്സസിബിൾ റിലമാണ്. അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജിൽ സംഭവിക്കുന്ന ഫിക്സേഷനും അതിന് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നതും ഒക്കെ നമ്മുടെ തോട്ടിനെയും ഇമോഷനെയും ബിഹേവിയറിനെയും വളരെയധികം സ്വാധീനിക്കുന്നു. അപ്പൊ നമ്മുടെ സ്വത്വ നിർമ്മിതിയിൽ നമ്മുടെ കൺട്രോളിലല്ലാത്ത വളരെ ഇൻട്രാസൈക്കിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു എന്ന് അതാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ. അത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അടുത്ത നമുക്ക് ഹ്യൂമനിസ്റ്റിക് തിയറീസിലേക്ക് പോകാം. Other theories disagreed with Freud on this assumption about human nature. These theories believed that the positive and constructive human striving for growth, dignity, and self-determination. The theories they proposed were called the humanistic theories. Carl Rogers' self-theories. അപ്പോൾ നമുക്കൊരു ഹ്യൂമനിസ്റ്റിക് തിയറി അനുസരിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു, അല്ലെ, വളരെ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു നോക്കിക്കാണലാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? വളരാനുള്ളൊരു വലിയൊരു ത്വരയുണ്ട്, അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസിങ് ടെൻഡൻസി എന്നാണ് ഇതിനെ വിളിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സെൽഫ് ആക്ച്വലൈസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതിന്റെ ബ്ലോക്കാണ് നമ്മൾ സാധാരണ ഹ്യൂമനിസ്റ്റിക് ഒരു തെറാപ്പിയിൽ നമ്മൾ നീക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡിഗ്നിറ്റിയിലേക്ക്, നമ്മുടെ സെൽഫ് ഡിറ്റർമിനേഷൻ,
അല്ലെ, നമ്മുടെ ആ ഒരു ഗ്രോത്തിലേക്ക്, നമ്മുടെ പൊട്ടൻഷ്യാലിറ്റിയെ മാക്സിമം ഉപയോഗിക്കാനായിട്ടുള്ള ആ ഒരു സ്ട്രൈവിങ്, ആ ഒരു ഡിസയർ അത് നമുക്കുണ്ട്. അപ്പൊ അതിൽ നിന്നുകൊണ്ടാണ് ഹ്യൂമനിസ്റ്റിക് തിയറി സെൽഫിനെ നോക്കി കാണുന്നത്. Coleridge's self theory states that poorly adjusted selves have little overlap between their self-concept and their experience. In order to fulfill their expectations, they have to distort their real self. On the other hand, well-adjusted individuals experience more overlap between their immediate experience and their self-concepts. ശരി, ആരെങ്കിലും ഒരാൾ പറയൂ, ഈ റിയൽ സെൽഫിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന എന്താണ്? ഐഡിയൽ സെൽഫ്. ഐഡിയൽ സെൽഫ്. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് തിയറി അനുസരിച്ച് നമുക്ക് രണ്ട് സെൽഫ് ഉണ്ട്. ഒന്ന് റിയൽ സെൽഫ്, രണ്ട് ഐഡിയൽ സെൽഫ്. ഐഡിയൽ സെൽഫ് റിയൽ സെൽഫും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇത് വന്നാൽ നമ്മൾ എന്താ പറയുന്നത്? കോൺഗ്രുവൻസ്. ഇത് രണ്ടും തമ്മിൽ വലിയ അകലത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഓക്കെ. അപ്പോ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനി നമുക്കത് വായിച്ച് നമുക്ക് വിടാം. അപ്പോൾ നമുക്ക് ഗ്രോത്തിലേക്കുള്ള, ഡിഗ്നിറ്റിയിലേക്കുള്ള, സെൽഫ് ഡിറ്റർമിനേഷനിലേക്കുള്ള ഒരു വലിയൊരു സ്ട്രൈവിംഗ് ഉണ്ട്. ഈ ഒരു സ്ട്രൈവിംഗിൽ നമ്മൾ എത്താൻ ശ്രമിക്കുന്നത് എവിടെയാണ്? ഐഡിയൽ സെൽഫിലാണ്, അല്ലെ? അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു തലത്തിലേക്കാണ്. പക്ഷെ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ റിയൽ സെൽഫിലാണ്. അപ്പൊ ഈ ഒരു ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിൽ കോൺഗ്രുവന്റ് ആകാതെ വരുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ ഒരു തലത്തിലാണ് സെൽഫിനെ ഹ്യൂമനിസ്റ്റിക് തിയറീസ് നോക്കിക്കാണുന്നത്. On the other hand, well-adjusted individuals experience more overlap between their immediate experience and their self-concepts, and so can behave the way they really are. For example, if a person is short-tempered, but is always expected to control his anger and behave in a very calm and composed manner, he will experience frustration as he cannot really express his true feeling. He may withdraw from പുള്ളിയുടെ റിയൽ സെൽഫ് എന്താണ്? ആങ്കർ ആണ്. പെട്ടെന്ന് ദേഷ്യം വരും. ഐഡിയൽ സെൽഫ് എന്താണ്? വെരി കാം ആൻഡ് കമ്പോസ്ഡ്. അപ്പൊ പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പുള്ളിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പോഴത്തേക്കും പുള്ളി ഫ്രസ്ട്രേറ്റഡ് ആവും. കാരണം പുള്ളിയുടെ ട്രൂ ഫീലിംഗ് കാണിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഐഡിയൽ സെൽഫ് അവിടെ കിടക്കുക. ഇത് തമ്മിലൊരു കോൺഗ്രുവൻസ് വരുന്നില്ല. He may withdraw from social situation or be unable to control his rage, leading or maladjustment. On the other hand, if a person is good at academics and it's supported and encouraged to do well in school, there is a better fit between what he actually is and what is he expected to do. This leads to better personal growth. Okay. പുള്ളി നല്ലതുപോലെ പഠിക്കാനുള്ള കഴിവുണ്ട്, നല്ല രീതിയിലുള്ള എൻകറേജ്മെന്റും കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ നല്ലൊരു കോൺഗ്രുവൻസ് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ബെറ്റർ ആയിട്ടുള്ള പേഴ്സണൽ ഗ്രോത്ത് സംഭവിക്കും. അപ്പോൾ ഫ്രോയിഡ് എങ്ങനെയാണ് സെൽഫിനെ നോക്കിക്കണ്ടത്? സൈക്കിക് ഡിറ്റർമിനിസം, അല്ലെ? നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ സെൽഫിന്റെ സ്വത്വ നിർമ്മിതിയിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ തോട്ടിനെയും നമ്മുടെ ഇമോഷനെയും നമ്മുടെ ബിഹേവിയറിനെയും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സെൽഫിനെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ടെൻഡൻസി ഉണ്ട്. അതിലേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നു. പക്ഷെ ആ ഒരു യാത്രയിൽ, അല്ലെ, പലപ്പോഴും ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിലുള്ള ഒരു മാൽ അഡ്ജസ്റ്റ്മെന്റ്, അവിടെ ഒരു കോൺഗ്രുവൻസ് ഇല്ലായ്മ പലപ്പോഴും വരാറുണ്ട്. പക്ഷെ റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള ഒരു കോൺഗ്രുവൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രോത്ത് സംഭവിക്കുന്നു. അപ്പോൾ ഈ ഒരു ഐഡിയൽ സെൽഫിന്റെയും റിയൽ സെൽഫിന്റെയും മാൽ അഡ്ജസ്റ്റ്മെന്റും കോൺഗ്രുവൻസും, അല്ലെങ്കിൽ കോൺഗ്രുവൻസും ഇൻകോൺഗ്രുവൻസും, ഈ ഒരു തലത്തിലാണ് സെൽഫിനെ കാൾ റോജേഴ്സിനും മറ്റ് ഹ്യൂമനിറ്റേറിയൻ തിയറീസ് എല്ലാവരും നോക്കിക്കാണുന്നത്. ഇനി എബ്രഹാം മാസ്ലോയുടേതും പറയുന്നുണ്ട്. Abraham Maslow's self-actualization theory is based on the study of psychologically healthy people.
who reach their maximum human potential through peak experience, giving a hierarchy of needs. Maslow says that if lower order needs like food and safety are fulfilled, then a person moves to achieve higher order needs like intellectual innovations, self expression, and creativity. He believed that self actualized people look at the positive aspects of life and they're seldom bothered by problems of everyday life like boredom. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഇത് സെൽഫുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. ഒരുപക്ഷെ ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്, അല്ലെ, നമ്മൾ ഓരോ സ്റ്റേജസും ഫുൾഫിൽ ചെയ്ത് പോകുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു സ്വത്വ നിർമ്മിതി അല്ലെങ്കിൽ സ്വത്വബോധം ഡെവലപ്പ് ചെയ്യും എന്നുള്ള ഒരു സംഭവത്തിലായിരിക്കും. സോഷ്യൽ ലേണിംഗ് തിയറീസ് എങ്ങനെയാണ് സെൽഫിന്റെ ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ സ്വത്വ നിർമ്മിതിയെ നോക്കിക്കാണുന്നത് നോക്കാം. Social learning theories. Unlike Freudian perspectives, the early social learning theories like P.F. Skinner highlighted the role of external environmental factors and learning process in the development of self and personality. However, അപ്പോ ഇത്രയും ഇതിന്റെ അകത്ത് തന്നെ ഇതെങ്ങനെ നമുക്ക് ഫ്രോയിഡിന്റെ ഒരു തിയറിയുമായിട്ട് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഫ്രോയിഡ് പറഞ്ഞത് എന്താണ്? ഇൻട്രാസൈക്കിക് ആയിട്ടുള്ള, അല്ലെ, സൈക്കിക് ഡിറ്റർമിനൻസ്, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ഇത്തരത്തില് നമുക്ക് വലിയ ആക്സസ് ഇല്ലാതിരിക്കുന്ന ഇടങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇന്നർ സൈക്കിക് ആയിട്ടുള്ള ഇടങ്ങളാണ് നമ്മുടെ സ്വത്വ നിർമ്മിതിക്ക് കാരണമായിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ തോട്ടിനെയും നമ്മുടെ ഇമോഷനെയും ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. പക്ഷെ നേരെ ബിഹേവിയറിസത്തിലേക്ക് വരുമ്പോൾ, സോഷ്യൽ ലേണിംഗ് തിയറീസിലോട്ട് വരുമ്പോൾ, ഒരു ഇൻട്രാസൈക്കിക് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് അല്ല, എക്സ്റ്റേണൽ ആയിട്ടുള്ള, എൻവയോൺമെന്റൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ലേൺ ചെയ്തെടുക്കുന്ന ഒരു കാര്യങ്ങളാണ് നമ്മുടെ സെൽഫിനെയും നമ്മുടെ പേഴ്സണാലിറ്റിയും അതിന്റെ നിർമ്മിതിയിൽ, അതിന്റെ ഡെവലപ്മെന്റിൽ ഏറ്റവും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും മനസ്സിലായി കഴിഞ്ഞാൽ വ്യത്യാസം മനസ്സിലായി. ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. However, with more research, it was established that biological and internal factors like cognition interact with environmental factors and reinforce strategies, rewards, punishment to produce consistency in behavior. Albert Bandura's social cognitive theory explains the self system, which consists of cognitive process by which a person perceives, evaluates, and regulates his own behavior. Through his theory, Bandura brought to light unique human capacities like self-regulation, the capacity to regulate and control one's action with reference to their consequence and self-reinforce. ശരി, പനിഷ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ആക്ട് ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസ്, അത് സെൽഫ്, അതാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ സെൽഫ് റെഗുലേഷനിൽ കാരണമായി തീരുന്നത്. അപ്പോ കൂടുതലായിട്ട് എൻവയോൺമെന്റിന് പ്രാധാന്യം കൊടുത്തു, ലേണിങ്ങിന് പ്രാധാന്യം കൊടുത്തു, റീഇൻഫോഴ്സ്മെന്റ് സ്ട്രാറ്റജിക്ക്, അത് റിവാർഡ് ആയാലും പനിഷ്മെന്റ് ആയാലും അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. The capacity to reward themselves when goals set by the self are achieved. For example, when we participate in a marathon or prepare for an exam, everyone has different goals. Some may want to just finish the race or pass the exam. Other may want to win the race or achieve high percentage of marks. Each person, depending on his goals, will congratulate and encourage himself for moving to higher goals. They consciously regulate, monitor their behavior, and effort to achieve their goals, like changing their strategies to preparation or practicing for longer times or overcoming their identified weakness. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് എന്താണ്? നമുക്ക് ലഭിക്കാനായിട്ട് പോകുന്ന റിവാർഡ്, ആ ഒരു അതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയും അതിനെക്കുറിച്ചുള്ള ധാരണയും ഒക്കെയാണ് നമ്മളെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനും കൂടുതൽ നമ്മുടെ സെൽഫ് റെഗുലേഷനിലേക്ക് നമ്മളെ കടത്തിവിടാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഫ്രോയിഡിന്റെ ഇതിൽ നിന്ന് ഹ്യൂമനിറ്റേറിയൻ കൺസെപ്റ്റിലോട്ട് വന്നപ്പോൾ വ്യത്യാസം,
അതിൽ നിന്ന് ബിഹേവിയറലിസത്തിൽ വന്ന വ്യത്യാസം നമുക്ക് മനസ്സിലായി. ഫ്രോയിഡ് കൂടുതൽ നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ് നമ്മളെ കൺട്രോൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു വ്യൂ ആയിരുന്നു. ഹ്യൂമനിറ്റേറിയൻ ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിലുള്ള കോൺഗ്രുവൻസിനെ കുറിച്ചിട്ടാണ് അവർ സംസാരിച്ചത്. അടുത്ത ബിഹേവിയറിസം വന്നപ്പോഴത്തേക്കും നമ്മുടെ ഒരു സ്വത്വ നിർമ്മിതിയിൽ നമ്മുടെ എൻവയോൺമെന്റ് എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു, നമ്മുടെ ഓരോ പ്രവൃത്തിക്ക് നമുക്ക് ലഭിക്കുന്ന കോൺസിക്വൻസ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് എത്രമാത്രം നമ്മുടെ സെൽഫ് റെഗുലേഷനിലും നമ്മുടെ അച്ചീവ്മെന്റിലും നമ്മുടെ വിജയങ്ങളിലും ജീവിത വിജയത്തിലും ഒക്കെ സ്വാധീനം ചെലുത്തുന്നു, അല്ലെങ്കിൽ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ സ്വാധീനം ചെലുത്തുന്നു എന്നാണ് ബിഹേവിയറലിസം പറയുന്നത്. പിന്നെ അടുത്ത് ഡെവലപ്മെന്റൽ തിയറീസ് ഉണ്ട്, അത് കൂടെ വായിച്ചിട്ട് നമുക്ക് ഇന്ന് നിർത്താം. Developmental theories. Developmental perspectives explain how the self develops at various life stages and what are the most influential factors that enable or hinder self-development. The contribution of ഡെവലപ്മെന്റൽ തിയറീസ് അതിന്റെ ആദ്യത്തെ സെന്റൻസ് തന്നെ എന്താണ് ഇനി അർത്ഥമാക്കുന്നതെന്ന് പറയുന്നുണ്ട് അല്ലെ. നമ്മുടെ സെൽഫിന്റെ ഡെവലപ്മെന്റ് വേരിയസ് സ്റ്റേജസ് ആയിട്ടാണ് സംഭവിക്കുന്നത്. ഓരോ സ്റ്റേജിലും സംഭവിക്കേണ്ടുന്ന സെൽഫ് ഡെവലപ്മെന്റ് സംഭവിക്കാനായിട്ട് ചില ഫാക്ടേഴ്സ് കാരണമാകുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും സംഭവിക്കേണ്ടുന്ന സെൽഫ് ഡെവലപ്മെന്റ് സംഭവിക്കാതിരിക്കാനായിട്ട് അതിനെ ഹിൻഡർ ചെയ്യാനായിട്ട് ചില ഫാക്ടേഴ്സ് കാരണമാകുന്നുണ്ട്. അപ്പോൾ ചില പ്രത്യേക സ്റ്റേജസിൽ പ്രത്യേകമായിട്ടുള്ള സെൽഫ് ഡെവലപ്മെന്റ് നമുക്ക് സംഭവിക്കണം. അതിനെ എനേബിൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്, അതിനെ ഹിൻഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. The contributions of Erik Erikson and James Marcia are important to understand self from a developmental perspective. Erikson's theory essentially explains self as a psychosocial entity and emphasizes that throughout the stages of human lifespan, the individual is concerned about understanding and furthering on psychosocial identity. This process is heightened during the stages of adolescent and young adulthood, where an adolescent experiences identity crisis and actively and young adulthood where seeks to understand and establish his or her identity in the social world. Erikson highlighted the role of culture in self-development and explained that identity development takes place in response to socio-cultural expectations. ശരി, അപ്പോൾ സെൽഫ് ഡെവലപ്മെന്റ് എറിക്സന്റെ ഒരു കാഴ്ചപ്പാടില് അതൊരു സൈക്കോ സോഷ്യൽ എൻറ്റിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സൈക്കോ വേൾഡ് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫീൽഡും നമ്മുടെ ചുറ്റുമുള്ള സോഷ്യൽ ഫീൽഡും നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സെൽഫ് ഡെവലപ്മെന്റിന്റെ നമ്മുടെ അഡോളസെന്റിൽ വരുന്ന ആ ഒരു ഐഡന്റിറ്റി എന്നുള്ളൊരു കൺസെപ്റ്റ് ഈ ഒരു സെൽഫ് ഡെവലപ്മെന്റ് സെൽഫ് എന്നുള്ള കൺസെപ്റ്റിന് വളരെയധികം കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഐഡന്റിറ്റി. അത് നമ്മുടെ സോഷ്യൽ വേൾഡുമായിട്ടുള്ള ഇന്ററാക്ഷനിലൂടെയാണ് ആ ഒരു ഐഡന്റിറ്റി ഫോർമേഷൻ അഡോളസെന്റിൽ സംഭവിക്കുന്നത്. James Marcia, a Canadian psychologist, furthered Erikson's work on identity development in young adulthood, depending on whether adolescents have explored alternative selves or not. Marcia came up with 4 identity patterns which young adults were likely to experience like Erikson. Marcia concentrated on crisis and commitment experienced by young adults in the area like career, choice, politics, religious views. These in turn determined their identity status. The identity status identified where identity diffusion. നമ്മൾ അത്രത്തോളം ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു തിയറിയാണ് ഈ പുള്ളിക്കാരത്തിയുള്ളത്. ശരി, ഐഡന്റിറ്റി ഡിഫ്യൂഷൻ എന്താണെന്ന് നോക്കാം. Identity diffusion, where adolescents have not experienced the identity crisis. This means they have not explored their own choices or preferences seriously. They have not experienced a crisis which requires them to choose or explore various alternative selves. ഐഡന്റിറ്റി ഡിഫ്യൂഷനിൽ അവർക്ക് ഒരു ഐഡന്റിറ്റി ക്രൈസിസും ഇല്ല. ഐഡന്റിറ്റി ക്രൈസിസ് ഇല്ലാത്തതിന് കാരണം എന്താണ്? അവര് ചോയ്സസും പ്രിഫറൻസും ഒന്നും ശരിയായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല.
ആ ഒരു സ്റ്റേജാണ് ഐഡന്റിറ്റി ഡിഫ്യൂഷൻ. അടുത്തതിലേക്ക് പോകാം. Identity moratorium. Where adolescents are still searching for an identity, they are in the process of finding themselves, their priorities, and their goals. They may be അവർ പ്രോസസ്സിലാണ്. മറ്റവർ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇവര് പ്രോസസ്സിലാണ്. അവരുടെ ഐഡന്റിറ്റി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. അപ്പൊ അവരുടെ പ്രയോറിറ്റിയെയും അവരുടെ ഗോൾസിനെയും അവരെ കുറിച്ചും ഒക്കെ അവരിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. They may be trying out different alternative selves by doing different jobs or studying various courses. പല ജോലികളും അവർ ചെയ്തു നോക്കും, പല കോഴ്സുകൾ അവരെടുത്ത് നോക്കും. Next one, identity foreclosure. Where adolescents have chosen an identity suggested by parents or other authority figures. If parents ഇത് മറ്റുള്ളവർ സജസ്റ്റ് ചെയ്യുവാണ്. പാരന്റ്സ് അല്ലെങ്കിൽ അതോറിറ്റി ഫിഗേഴ്സ്, നീ ഡോക്ടർ ആകണം, നീ എഞ്ചിനീയർ ആകണം എന്ന് അവർ സ്വന്തമായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യല്ല, വേറൊരാള് പറഞ്ഞു കൊടുക്കുകയാണ്. If parents think that the adolescent should become a doctor or an engineer, the adolescent just follows the parents' goal set for them without quite questioning what they really want. Next one is identity achievement. Where adolescents have resolved the identity crisis and shown commitment to a clear alternative. They have explored various roles and interests and identified what they like or shown preference for some alternatives more than others. ശരി. അപ്പൊ ഇവിടെ ഒരിടത്ത് അവർ ഐഡന്റിറ്റി എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, രണ്ടാമതെടുത്ത് അവർ ജസ്റ്റ് പല ഓപ്ഷൻസ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തതില് അവർ എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു, കാരണം പാരന്റ്സും അതോറിറ്റിയും തന്നെ അവർക്ക് എന്ത് കൊടുത്തു, ആ ഒരു ചോയ്സസ് മേക്ക് ചെയ്ത് കൊടുത്തു. അവർ ആക്ട് ചെയ്താൽ മതിയായിരുന്നു. അവസാനം നമ്മൾ പറഞ്ഞത് ഐഡന്റിറ്റി ക്രൈസിസ് കൃത്യമായിട്ട് റിസോൾവ് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ്. We have reviewed various theoretical perspectives of concerning the self. The self is explained in a recent psychological literature mainly through two broad perspectives. Self as autonomous and bounded versus the self as rational and unbounded. The self as an autonomous... ബൗണ്ടഡ് എന്ന് പറഞ്ഞത് ആരാണ്? നമ്മൾ പഠിച്ച തിയറിയിൽ ഫ്രോയിഡ്. റിലേഷണൽ അൺബൗണ്ടഡ് എന്ന് പറഞ്ഞത് ആരാണ്? ആർക്കും ഒന്നും പിടികിട്ടുന്നില്ലേ? ബിഹേവിയറിസം. ഓക്കെ, വായിച്ചു. The self-autonomous perspective understands the self as a decontextualized entity, mechanical and individualistic in nature. This view refers to the self independent of its context. On the other hand, the self as an unbounded and contextualized entity has preamble borders and is socially constituted. This self has social origins and is mainly relational and collectivistic in nature. Given this broad categorization, different cultures show preference for one or the other kind of selves, and many times even a mix of both types of selves. Recent research have shown how culture differ from reference to self-construct. We will come back to the discussion of the same in another section. Now let us turn our attention to what constitutes the self. This means when we refer to the concept of self, what do we actually mean? These dimensions of selves are called the correlate of the selves. They are explained in the next section. നമുക്ക് അടുത്ത സെഷനിൽ നോക്കാം. അപ്പോൾ സമയം ഇച്ചിരി കടന്നു പോയിട്ടുണ്ട്. പെട്ടെന്ന് ഞാൻ ബ്രീഫ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കാം. നമ്മൾ ആദ്യം നോക്കിയത് സൈക്കോ അനലിറ്റിക് തിയറിയാണ്, ഫ്രോയിഡിന്റെ ഒരു കൺസെപ്റ്റ് ആണ്. ഫ്രോയിഡിന്റെ കൺസെപ്റ്റിൽ നമ്മുടെ സെൽഫ് ബിൽഡ് ചെയ്യുന്നത് സൈക്കിക് ഡിറ്റർമിനേഷനിലൂടെയാണ്. നമ്മുടെ കൺട്രോളിലല്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മുടെ തോട്ടിനെയും നമ്മുടെ ബിഹേവിയറിനെയും നമ്മുടെ ഇമോഷനെയും ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അവിടെ നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അടുത്ത ഹ്യൂമനിസ്റ്റിക് തിയറിയിൽ നമ്മൾ കണ്ടത്, അല്ലെ നമ്മൾ ഗ്രോത്തിലേക്ക് സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രോത്തിലേക്കുള്ള സ്ട്രൈവിങ്ങിൽ നമ്മൾ ഐഡിയൽ സെൽഫാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ നിൽക്കുന്നത് ചിലപ്പോൾ ആ ഒരു സ്ഥലത്തെ നമ്മൾ റിയൽ സെൽഫ് എന്നാണ് പറയുക. ഈ ഒരു റിയൽ സെൽഫും ഐഡിയൽ സെൽഫും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ കോൺഗ്രുവൻസും ഇൻകോൺഗ്രുവൻസും ഉണ്ട്. അഡോപ്ഷനും അല്ലെങ്കിൽ മാൻ അഡോപ്റ്റിംഗ് ഇതുമുണ്ട്. അവിടെ ആ ഒരു രണ്ട് സെൽഫും തമ്മിലുള്ള കോൺഗ്രുവൻസിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. അടുത്ത് നമ്മൾ വന്നത് സോഷ്യൽ ലേണിംഗ് തിയറീസിലേക്കാണ്. സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത് നമ്മുടെ പ്രവൃത്തിയുടെ കോൺസിക്വൻസ്, നമ്മുടെ എൻവയോൺമെന്റുമായിട്ടുള്ള ഓരോ ഇന്ററാക്ഷൻസ്, ഒരു റീഇൻഫോഴ്സ്മെന്റ് തീർച്ചയായിട്ടും നമ്മുടെ സെൽഫിന്റെ ഡെവലപ്മെന്റിൽ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അടുത്ത ഡെവലപ്മെന്റൽ തിയറീസിൽ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഓരോ സ്റ്റേജിൽ ഓരോ സെൽഫ് ഡെവലപ്മെന്റ് നമുക്ക് സംഭവിക്കും. നമ്മുടെ ലൈഫ് സ്റ്റേജസിൽ പല വിധത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ലൈഫ് സ്റ്റേജസിൽ പ്രത്യേകമായിട്ടുള്ള ചില സെൽഫ് ഡെവലപ്മെന്റ് സംഭവിക്കണം. ആ ഒരു സമയത്ത് അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാവും, ഹിൻഡർ ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നല്ലൊരു ഐഡന്റിറ്റിയിലേക്ക് അല്ലെങ്കിൽ സ്വത്വബോധത്തിലേക്ക്, സെൽഫിലേക്ക് നമ്മൾ കടക്കണമെങ്കിൽ നമ്മളെ ഹിൻഡർ ചെയ്യുന്ന കാര്യങ്ങളെ കുറയ്ക്കാനും നമ്മളെ സഹായിക്കുന്ന ഫാക്ടേഴ്സിനെ കൂട്ടാനും നമുക്ക് സാധിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഐഡന്റിറ്റിയുടെ നമ്മൾ ആ തിയറി നമ്മൾ ഓർത്ത് വെക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു തിയറിയാണ്. അത് ആദ്യത്തത് ഐഡന്റിറ്റി ഡിഫ്യൂഷൻ ആണ്. അവിടെ ഐഡന്റിറ്റിയിലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് പോയിട്ടേ ഇല്ല. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ സെർച്ച് ചെയ്തു, വിവിധങ്ങളായിട്ടുള്ള പ്രയോറിറ്റീസും ഗോൾസും ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. മൂന്നാമത്തതിൽ നമ്മളൊന്നും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിച്ചില്ലെങ്കിലും നമ്മുടെ അതോറിറ്റീസ്, ടീച്ചേഴ്സും നമ്മുടെ പാരന്റ്സും ഒക്കെ നമ്മളിൽ അത് അടിച്ചേൽപ്പിച്ചു. അടുത്ത സ്റ്റേജിൽ നമ്മൾ അത് അച്ചീവ് ചെയ്യുന്നവരായിട്ട് മാറി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന് ഫ്രോയിഡ്, രണ്ട് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്, മൂന്ന് സോഷ്യൽ ലേണിംഗ് തിയറീസ്, നാല് ഡെവലപ്മെന്റൽ തിയറീസ്. ശരി, അപ്പോ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞത് സെൽഫിന്റെയും പേഴ്സണാലിറ്റിയുടെയും ഐഡന്റിറ്റിയുടെയും വ്യത്യാസമാണ്. അത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം. 4 മിനിറ്റ് കൂടുതലായി, അല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. നാളെ കാണാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. Thank you, sir. Thank you, sir. Good night, sir.